പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ട്രിനിറ്റി എൻട്രൻസ് കോച്ചിങ് സെൻ്ററിലെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ബോട്ടണി. എൻ്റെ പേര് ശബരി എന്നാണ്. +2 നമുക്ക് ബോട്ടണിയിൽ 8 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തെ ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം പബ്ലിക് എക്സാമിനേഷന് മാക്സിമം 3 മാർക്ക് വരെ ലഭിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. ഇപ്പോൾ COVID-19 കാലഘട്ടമാണ്. ഒരുപാട് ഫ്രീ ടൈമുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് സ്പാനിനെ പറ്റിയാണ്. ജീവിത കാലയളവ്. Each and every organism lives only a certain period of time. നമ്മൾ ഏത് ജീവജാലം എടുത്താലും അതൊരു നിശ്ചിത കാലയളവ് വരെ ആയിരിക്കും ജീവിക്കുന്നത്. ഇൻ കേസ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു നിശ്ചിത കാലയളവ് വരെ ആയിരിക്കും ജീവിക്കുക. നമുക്ക് 500 വർഷം വരെ ജീവിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. ഒരു നിശ്ചിത കാലയളവ് വരെ ആയിരിക്കും നമ്മൾ എന്തോ ചെയ്യുന്നത്, ജീവിക്കുന്നത്. സോ ഈച്ച് ആൻഡ് എവരി ഓർഗാനിസം ലീവ്സ് ഓൺലി എ സർട്ടൻ പീരിയഡ് ഓഫ് ടൈം. ഏത് ജീവജാലം എടുത്താലും അതൊരു നിശ്ചിത കാലയളവ് വരെ ആയിരിക്കും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് അവ ജനിക്കുന്നത്, ഗ്രോസ് വളരുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രത്യുൽപാദനം ചെയ്യുന്നത്, മെച്യൂർ ആവുന്നത്, become old and finally dies. But during this time period, organism takes birth, grows, reproduce its own kind, matures, become old and finally dies. ഈ ജീവിത കാലയളവിലാണ് ഒരു ജീവജാലം ജനിക്കുന്നത്, വളരുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രത്യുൽപാദനം നടത്തുന്നത്, മെച്യൂർ ആവുന്നത്, ഓൾഡ് ആവുന്നത്, അവസാനം മരണപ്പെടുന്നത്. സോ ജനനം മുതൽ മരണം വരെയുള്ള കാലയളവിനെ അറിയപ്പെടുന്ന പേരാണ് ലൈഫ് സ്പാൻ. ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്. ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്. ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള കാലയളവിനെ അറിയപ്പെടുന്ന പേരാണ് ലൈഫ് സ്പാൻ. അപ്പൊ എന്താ മക്കളെ ലൈഫ് സ്പാൻ? ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്. ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള കാലയളവിനെ അറിയപ്പെട്ട പേരാണ് ലൈഫ് സ്പാൻ. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ എന്താ ലൈഫ് സ്പാൻ? ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്. ജനനം മുതൽ സ്വാഭാവിക മരണം. ആക്സിഡന്റൽ ഡെത്ത് അല്ല. ഏതെങ്കിലും അസുഖം വന്നോ ഒക്കെ മരണപ്പെടാം, അതല്ല. ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ജീവിത കാലയളവിനെ അറിയപ്പെട്ട പേരാണ് ലൈഫ് സ്പാൻ. ഓക്കെ, ലൈഫ് സ്പാൻ്റെ ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. ഇനി എവരി ഓർഗാനിസം ഹാസ് എ സ്പെസിഫിക് ആവറേജ് ലൈഫ് സ്പാൻ. ഇനി നമ്മൾ ഏത് ജീവജാലം എടുത്താലും അതിനൊരു സ്പെസിഫിക് ആവറേജ് ലൈഫ് സ്പാൻ കാണും. ഇൻ കേസ് ഹ്യൂമൻ ബീങ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ആവറേജ് ലൈഫ് സ്പാൻ കാണും. ഇനി ക്രോ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ആവറേജ് ലൈഫ് സ്പാൻ കാണും. അപ്പൊ ഏതൊരു ജീവജാലം എടുത്താലും അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആവറേജ് ലൈഫ് സ്പാൻ. ആൻഡ് ഇറ്റ് റേഞ്ചസ് ഫ്രം 1 day to 4000 years. ഈ ലൈഫ് സ്പാൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 ദിവസം മുതൽ 4000 വർഷം വരെ. എന്ന് പറഞ്ഞാൽ 1 ദിവസം ജീവിത കാലയളവുള്ള ജീവജാലങ്ങളുമുണ്ട്, 4000 വർഷം വരെ ജീവിക്കാൻ കഴിവുള്ള ജീവജാലങ്ങളുമുണ്ട്. അപ്പൊ ലൈഫ് സ്പാൻ്റെ റേഞ്ചസ് എന്ന് പറയുന്നത് 1 ദിവസം മുതൽ 4000 വർഷം. ഇറ്റ് റേഞ്ചസ് ഫ്രം ലൈഫ് സ്പാൻ, ഇറ്റ് റേഞ്ചസ് ഫ്രം 1 day to 4000 years. Lifespan of organism are not correlated with their size. Lifespan of organism are not correlated with their size. ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ എന്തുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടില്ല? സൈസുമായിട്ട്. അപ്പം ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ, ജീവിത കാലയളവെന്ന് പറയുന്നത് അവരുടെ സൈസുമായിട്ട് എന്തോ ചെയ്തിട്ടില്ല, കോറിലേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം എല്ലാ ജീവജാലങ്ങളുടെയും സൈസ് ഒരേ കണക്കാണ്. ആനയ്ക്കാണെങ്കിൽ സൈസ് കൂടുതലാണ്, അതേസമയം ചില പക്ഷികൾക്കാണെങ്കിൽ സൈസ് കുറവാണ്. എന്നും പറഞ്ഞ് സൈസ് കൂടിയ ആന ഒരുപാട് കാലം എന്തോ ചെയ്യുന്നില്ല, ജീവിക്കുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ ജീവിത കാലയളവെന്ന് പറയുന്നത്, ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, സൈസുമായി. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ ക്രോ.
രണ്ട് പാരറ്റ്. ഈ രണ്ടുപേരുടെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഓൾമോസ്റ്റ് സിമിലറാ അല്ലയോ? ഇപ്പൊ ക്രോയുടെ സൈസ് നോക്കിയാലും പാരറ്റിന്റെ സൈസ് നോക്കിയാലും ഓൾമോസ്റ്റ് എന്താണ്, സിമിലർ ആണ്. പക്ഷെ അവരുടെ ലൈഫ് സ്പാൻ നോക്കിയ മക്കളെ, ക്രോയുടെ ആണെങ്കിൽ 15 years, പക്ഷേ പാരറ്റിന്റെ ആണെങ്കിൽ 140 years. അപ്പൊ മക്കളെ രണ്ടുപേരുടെയും സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷേ ലൈഫ് സ്പാൻ എന്താണ്, ഡിഫറെന്റ് ആണ്. ഒരാളെ 15 വർഷവും പാരറ്റിന്റെ 140 years 140 വർഷവും. അതുകൊണ്ട് നമുക്ക് പറയാം ലൈഫ് സ്പാൻ, ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ ആരുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടില്ല, സൈസുമായി. മക്കളെ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഒന്ന് മാംഗോ ട്രീ, രണ്ട് പീപ്പിൾ ട്രീ. മാംഗോ ട്രീയും പീപ്പിൾ ട്രീ. മക്കളെ മാംഗോ ട്രീയുടെയും പീപ്പിൾ ട്രീയുടെയും സൈസ് എന്ന് പറയുന്ന ഓൾമോസ്റ്റ് എന്താണ്, സിമിലർ ആണ്. പക്ഷെ മക്കളെ അവരുടെ ലൈഫ് സ്പാൻ നോക്കിയേ. മാംഗോ ട്രീയുടെ 200 years 200 വർഷമാണ് ഒരു മാംഗോ ട്രീയുടെ ജീവിത കാലയളവ് അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. മക്കളെ പീപ്പിൾ ട്രീയുടെ നോക്കി 2500 years 2500 വർഷം. 200 എവിടെ കിടക്കുന്നു, 2500 എവിടെ കിടക്കുന്നു. പക്ഷെ രണ്ടുപേരുടെയും സൈസ് ഒരേ കണക്കാണ്, പക്ഷേ ലൈഫ് സ്പാൻ എന്താണ്, വളരെ വലുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻസ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ എന്തുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടില്ല, സൈസുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, ഏതൊരു ജീവജാലം എടുത്താലും അതിനൊരു നിശ്ചിത കാലയളവ് കാണും. Each and every organism has a specific average lifespan. During this time, ഈ ജീവിത കാലയളവിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്, വളരുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെച്യൂർ ആവുന്നത്, ഓൾഡ് ആവുന്നത് and finally dies. ഇനി എന്താ മക്കളെ ലൈഫ് സ്പാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്. ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള കാലയളവിനെ അറിയപ്പെടുന്ന പേരാണ് ലൈഫ് സ്പാൻ. നീ ഏതൊരു ഓർഗാനിസം എടുത്താലും അതിലൊരു ആവറേജ് ലൈഫ് സ്പാൻ കാണും. ആ ആവറേജ് ലൈഫ് സ്പാന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 ദിവസം മുതൽ 4000 വർഷമാണ്. ലൈഫ് സ്പാൻ, ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ എന്തുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടില്ല, സൈസുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ 2 സെറ്റ് എക്സാമ്പിൾ പഠിച്ചു. ഒന്ന് ക്രോയുടെയും പാരറ്റിന്റെയും ലൈഫ് സ്പാൻ അറിഞ്ഞിരിക്കണം. ക്രോയുടെ 15 years, പാരറ്റിന്റെ 140 years. രണ്ടാമത്തെ സെറ്റ് മാംഗോ ട്രീ ആൻഡ് പീപ്പിൾ ട്രീ. മാംഗോ ട്രീയുടെ 200 years, പീപ്പിൾ ട്രീയുടെ 2500. മക്കളെ നമ്മൾ പഠിച്ചു എന്താണ് ലൈഫ് സ്പാൻ. എന്തായിരുന്നു ലൈഫ് സ്പാൻ? ദ പീരീഡ് ഫ്രം ബർത്ത് ടു നാച്ചുറൽ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ 4ാമത്തെ പേജിൽ ചില ഓർഗാനിസങ്ങളുടെ, ചില ജീവജാലങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തേക്കും. എന്നാൽ ചില ജീവജാലങ്ങളുടെ മാത്രം ലൈഫ് സ്പാൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. ബട്ടർഫ്ലൈ 1 to 2 weeks, ക്രോ 15 years, പാരറ്റ് 140 years, ക്രൊക്കഡൈൽ 60 years. ചിലതിൻ്റെ തന്നേപ്പുമില്ല, അത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടേപ്പോണ്ട്, കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ നമ്മുടെ എക്സാമിന് ചോദിക്കാം, 1/2 മാർക്കിനും 1 മാർക്കിനും. പാരറ്റിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ്? 140 years. ക്രോയുടെ എത്രയാണ്? 15 years. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ടൊക്കെ നമുക്ക് ഏകദേശം ഒരു 17ഓളം ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ നമുക്ക് പഠിക്കാനായിട്ട്. നമുക്ക് ഓരോരുത്തരുടെയും ലൈഫ് സ്പാൻ എത്ര ആണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, 4 നമ്മൾ നേരത്തെ പഠിച്ചു. 4 നേരത്തെ പഠിച്ചാൽ, ഒന്ന് ക്രോ 15 years, 2 പാരറ്റ് 140 years 140. നമ്പർ 3 മാംഗോ ട്രീ 200 years, പീപ്പിൾ ട്രീ 2500 years. പീപ്പിൾ ട്രീ എന്ന് പറഞ്ഞാൽ അരശു മരമാണ്. ഓക്കെ ആണ്, മാംഗോ ട്രീ അറിയാം, ബാക്കി മുകളിൽ പറഞ്ഞ 2 അറിയാം. അപ്പൊ ക്രോ, പാരറ്റ്, മാംഗോ ട്രീ, പീപ്പിൾ ട്രീ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ക്രോയുടെ എത്ര ആയിരുന്നു? 15 years. ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. ക്രോയുടെ എത്ര ആയിരുന്നു മക്കളെ? 15 years. പാരറ്റിന്റെ എത്രയാണ്? 140 years. മാംഗോ ട്രീയുടെ എത്രയാണ്? 200 years. പീപ്പിൾ ട്രീയുടെ എത്രയാണ്? 2500 years. ഈ 4 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സൈസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ മക്കളെ നമ്മൾ 4 പഠിച്ചു. ഇത് നമുക്ക് 13 പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തേതാണ് ബെനിയൻ ട്രീ 200 to 500 years. ഫ്രൂട്ട് ഫ്ലൈ
പഴയ ഈച്ച 1 to 2 months. Elephant 70 to 90 years. Tortoise 100 to 150 years. Banyan tree 200 to 500 years. Fruit fly 1 to 2 months. Elephant 70 to 90 years. Tortoise 100 to 150 years. Okay മക്കളെ, അടുത്ത butterfly 1 to 2 week. Rice plant 4 to 5 months. Banana plant 20 to 25 years. Rose plant 10 years. Cow 20 to 26 years. Dog 20 to 30 years. Horse 40 to 50 years. Crocodile 60 years. ഇത്തരത്തിൽ 17 ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ ആണ്, ഏകദേശം 17 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 17 ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ട്. അര മാർക്കിനോ 1 മാർക്കിനോ നമ്മുടെ പബ്ലിക് എക്സാമിനേഷന് ചോദിക്കും. എൻട്രൻസിന് ചോദിക്കും, പബ്ലിക് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട് അര മാർക്കിനോ 1 മാർക്കിനോ. ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. ബോർഡിൽ ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നോട്ട് PDF ഇടുന്നുണ്ട്, ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എല്ലാവർക്കും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഓരോ ഓർഗാനിസങ്ങളുടെ ലൈഫ് സ്പാൻ ആണ് നമ്മൾ പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും എന്തോ ചെയ്യണം, അത് ബൈഹാർട്ടായിട്ട് പഠിക്കണം. ബൈഹാർട്ടായിട്ട് പഠിക്കാതെ വേറെ മാർഗമില്ല നമുക്ക്. ഓക്കെ, ഇനി അടുത്തത് യൂണിസെല്ലുലാർ ഓർഗാനിസം ഡു നോട്ട് ഹാവ് എ നാച്ചുറൽ ഡെത്ത്. മക്കളെ യൂണിസെല്ലുലാർ ഓർഗാനിസം, മക്കളെ എന്താ യൂണിസെല്ലുലാർ ഓർഗാനിസം? ഓർഗാനിസം വിത്ത് സിംഗിൾ സെൽ. ഒറ്റ സെല്ലുള്ള ഓർഗാനിസങ്ങളെ അറിയപ്പെടുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസം ഡു നോട്ട് ഹാവ് എ നാച്ചുറൽ ഡെത്ത്. യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് എന്തില്ല മക്കളെ, ഡെത്ത് ഇല്ല. When they grow up, they divide into daughter cell. ഇനി അവർ വളരുമ്പോൾ when they grow up, they divide into daughter cell. അവർ എന്തായിട്ട് മാറും, ഡിവൈഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഡോട്ടർ സെല്ലുകളായിട്ട്. No body part is left to die. അവരുടെ ബോഡിയിലെ ഒരു പാർട്ടും മരണത്തിന് വിധേയമായില്ല. Such organism are called immortal. അത്തരത്തിലുള്ള ഓർഗാനിസങ്ങളെ അറിയപ്പെട്ട പേരാണ് ഇമ്മോർട്ടൽ. മക്കളെ ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. ആരുടെ കേസിലാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളുടെ കേസ്. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എത്ര സെല്ല്? ഒറ്റ സെൽ. ഓക്കെ ആണ്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസം they do not have a natural death. അവർക്ക് നാച്ചുറൽ ആയിട്ട് എന്തില്ലെന്ന് പറഞ്ഞു, ഡെത്ത് ഇല്ല. When they grow up, അവർ വളർന്നു കഴിഞ്ഞാൽ they divide into daughter cell. അവരെന്തോ ചെയ്യുന്നു മക്കളെ, ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് ഡോട്ടർ സെല്ലുകളായിട്ട് മാറി. ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറി മക്കളെ? ഡോട്ടർ സെല്ലുകളായിട്ട്. മക്കളെ, ഈ സെല്ലിന്റെ ഏതെങ്കിലും ബോഡി പാർട്ട് ഡെത്തിന് വിധേയമായോ? ഇല്ല. അവർ ബോഡി ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകളായിട്ട് അങ്ങ് മാറിയതാണ്. അപ്പം അവരുടെ ബോഡിയിലെ ഒരു പാർട്ടും ഡെത്തിന് വിധേയമായി. അപ്പൊ ഡെത്തിന് വിധേയമാകാത്ത ഓർഗാനിസങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഇമ്മോർട്ടൽ. അറിയപ്പെടുന്ന പേരെന്താ മക്കളെ? ഇമ്മോർട്ടൽ. Plants generally have longer lifespan than that of animals. സസ്യങ്ങൾക്ക് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ജന്തുക്കളെ അപേക്ഷിച്ച് കൂടുതലാണ്. What is the reason? Because due to the presence of meristem. അവരുടെ ബോഡിയിൽ എന്തുണ്ട് മക്കളെ? മെരിസ്റ്റം ഉള്ളത് കൊണ്ട് അവർക്ക് ലൈഫ് സ്പാൻ എന്താണെന്ന് കൂടുതലാണ്. നമ്മൾ +1 അനാട്ടമി എന്ന ചാപ്റ്ററിൽ മെരിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് മെരിസ്റ്റം? മെരിസ്റ്റംസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ് which have the capacity to divide. മക്കളെ, ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു കൂട്ടം സെല്ലുകളെ അറിയപ്പെടുന്ന പേരാണെന്ത്? മെരിസ്റ്റം. സോ ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു കൂട്ടം സെല്ലുകളെ അറിയപ്പെടുന്ന പേരാണ് മെരിസ്റ്റം. സോ മെരിസ്റ്റംസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ് which have the capacity to divide. അത്തരത്തിലുള്ള മെരിസ്റ്റങ്ങൾ ഉള്ളത് കൊണ്ട് പ്ലാന്റ്സിന് ലൈഫ് സ്പാൻ എന്താണ്? കൂടുതലാണ്. കാരണം അവരുടെ ജീവിത കാലയളവിലുടനീളം സെല്ലുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്ലാന്റിന് നീളം വെച്ച് അല്ലെങ്കിൽ വണ്ണം വെച്ച് അതുകൊണ്ട് ആനിമൽസിനെക്കാളും ലൈഫ് സ്പാൻ ആർക്ക് കൂടുതലാണ്? പ്ലാന്റ്സിന് കൂടുതൽ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്ലാന്റ്സിന് ലൈഫ് സ്പാൻ കൂടുതലാണ് ആനിമൽസിനെ അപേക്ഷിച്ച്. പ്ലാന്റ്സിന്റെ ലൈഫ് സ്പാൻ കൂടുതലാണ്. എന്താണ് അതിന്റെ കാരണം? ബിക്കോസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മെരിസ്റ്റം. അവരുടെ ബോഡിക്കകത്ത് എന്തുണ്ട് മക്കളെ? മെരിസ്റ്റം. എന്താ മക്കളെ മെരിസ്റ്റം? മെരിസ്റ്റംസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽ which have the capacity to divide. ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു കൂട്ടം സെല്ലുകളെ അറിയപ്പെടുന്ന പേരാണെന്ത്? മെരിസ്റ്റം. അടുത്ത സെക്ഷനാണ് റീപ്രൊഡക്ഷൻ. അടുത്തിന്റെ പേര് തന്നെ മക്കളെ നമുക്കറിയാം, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. മക്കളെ, എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി
ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ഗീവ് റൈസ് ടു യങ് വൺ സിമിലർ ടു ഇറ്റ്സെൽഫ്. മക്കളെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ്. ഈ പ്രോസസ്സിൽ ഒരു ഓർഗാനിസം ഇത് ഗീവ് റൈസ് ടു യങ് വൺ സിമിലർ ടു ഇറ്റ്സെൽഫ്. അവയുടെ കണക്ക് തന്നെയുള്ള യങ് വൺസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സിനെ വിളിച്ച പേരാണെന്ത്? റീപ്രൊഡക്ഷൻ. സോ റീപ്രൊഡക്ഷൻ ഈസ് എ biological process in which an organism give rise to young one similar to itself. Okay, clear aane makkale? appo endha reproduction? Reproduction is defined as the biological process in which an organism give rise to young ones similar to itself. Okay, it is the most important character of all living organism. മക്കളെ എല്ലാ ജീവജാലങ്ങളുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് ഏതെന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ. സോ റീപ്രൊഡക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ഈസ് നെസസറി ഫോർ ദി പെർപെച്വേഷൻ ഓഫ് എനി സ്പീഷ്യസ്. മക്കളുടെ ഏതൊരു സ്പീഷ്യസും നിലനിൽപ്പിന്, പെർപെച്വേഷന് ഇമ്പോർട്ടൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ. സോ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ്, കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ ഇൻഡിവിജ്വലെ പ്രൊഡ്യൂസ് ചെയ്ത് മാത്രമേ ഏതൊരു സ്പീഷ്യസിനും എന്തുണ്ടാവത്തുള്ളൂ? നിലനിൽപ്പുണ്ടാവത്തുള്ളൂ. സോ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ഈസ് നെസസറി ഫോർ ദി പെർപെച്വേഷൻ ഓഫ് എനി സ്പീഷ്യസ്. ഏത് സ്പീഷ്യസിനും നിലനിൽക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ എന്തോ ചെയ്തുകൊണ്ടിരിക്കണം? റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. എക്സാമ്പിൾ, ഇതൊരു ഓർഗാനിസം ആണെന്നിരിക്കുക, എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. ഇതൊരു ഓർഗാനിസം ആണെന്നിരിക്കുക, ഇയാൾ റീപ്രൊഡ്യൂസ് ചെയ്ത് 2 ഓർഗാനിസങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്തെന്നിരിക്കുക. ഓക്കെ ആണ്. ഇത് കഴിഞ്ഞ് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഈ സ്പീഷ്യസ് ഇവിടെ വെച്ച് എന്തോ ചെയ്യും? അവസാനം. പക്ഷേ ഈ പുതിയതായിട്ടുണ്ടായ രണ്ടിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ സ്പീഷ്യസിന്റെ നിലനിൽപ്പ് എന്തോ ചെയ്തുകൊണ്ടിരിക്കും? കണ്ടിന്യൂ ചെയ്തു. സോ അതാണ് പോയിന്റ്, മനസ്സിലായോ? സോ continuous production of new individuals is necessary for the perpetuation of any species. ഏതൊരു സ്പീഷ്യസ് നിലനിൽക്കണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കണം? റീപ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? എളുപ്പമില്ലേ? ഏതൊരു സ്പീഷ്യസിന് നിലനിൽക്കണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കണം? റീപ്രൊഡ്യൂസ് ചെയ്യും. റീപ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ആളുകൾ ഉണ്ടാവത്തില്ല. ആ സ്പീഷ്യസുകൾ അവിടെ വെച്ച് എന്തോ ചെയ്യും? നശിച്ചു പോയി കഴിയുമ്പോൾ ആ സ്പീഷ്യസിന്റെ നിലനിൽപ്പ് അവിടെ എന്തോ ചെയ്യുന്നു? അവസാനിക്കുന്നു. സോ കണ്ടിന്യൂസ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഏതൊരു സ്പീഷ്യസിനും എന്തുള്ളൂ? നിലനിൽപ്പുള്ളൂ. ഓക്കെ, ഇനി ദ ഓർഗാനിസം ഗീവ് റൈസ് ടു യങ് വൺസ് ആർ കോൾഡ് പേരൻസ്. ആരാണോ യങ് വൺസിനെ ഉൽപ്പാദിപ്പിച്ചത് അയാളെ അറിയപ്പെടുന്ന പേരാണ് പേരൻസ്. ആരാണോ റീപ്രൊഡ്യൂസ് ചെയ്തത് അയാളെ അറിയപ്പെടുന്ന പേരാണ് മക്കളെ പേരൻസ്. ദ ഓർഗാനിസം ഗീവ് റൈസ് ടു യങ് വൺസ് ഈസ് കോൾഡ് പേരൻസ്. മക്കളെ എന്താണ് ഓസ്പ്രിംഗ് അല്ലെങ്കിൽ പ്രോജനി? ദ യങ് വൺസ് ആർ കോൾഡ് ഓസ്പ്രിംഗ് ഓർ പ്രോജനീസ്. പേരന്റിൽ മൂലം ഉണ്ടായ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പുതിയ യങ് വൺസുകളെ അറിയപ്പെടുന്ന പേരാണ് ഓസ്പ്രിംഗ് അല്ലെങ്കിൽ പ്രോജനീസ്. അല്ലെങ്കിൽ പുതിയതായിട്ടുണ്ടായ കുഞ്ഞു കുഞ്ഞു ആൾക്കാരെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? യങ് വൺസ് അല്ലെങ്കിൽ പ്രോജനീസ്. അപ്പൊ ആരെയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് പേരന്റ്. ആരെയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അയാളെ അറിയപ്പെട്ട പേര് ഓസ്പ്രിംഗ് അല്ലെങ്കിൽ പ്രോജനീസ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ് in which an organism give rise to young ones similar to itself. It is the most important character of all living organism. Continuous production of new individual is necessary for the perpetuation of any species. Perpetuation എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്. ആരാണോ പ്രൊഡ്യൂസ് ചെയ്തത് അയാളെ അറിയപ്പെട്ട പേര് മക്കളെ പേരന്റ്. നീ ആരെയാണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് അയാളെ അറിയപ്പെടുന്ന പേര് ഓസ്പ്രിംഗ് അല്ലെങ്കിൽ പ്രോജനീസ്. റീപ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ലിവിങ് ഓർഗാനിസം. വൈ? എന്തുകൊണ്ട് റീപ്രൊഡക്ഷൻ എല്ലാ ജീവജാലങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു? 2 മാർക്കിന് ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. വൈ റീപ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഓൾ ലിവിങ് ഓർഗാനിസം? മക്കളെ, ഒന്നാമത്തെ ഫോർ ഇൻട്രൊഡ്യൂസിങ് വേരിയേഷൻ. പുതിയ തലമുറയ്ക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്? വേരിയേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ ആണ്. പേരന്റിന്റെ കണക്ക് തന്നെ ആയിരിക്കുമോ പുതിയതായിട്ടുണ്ടായ എമ്മണ്ണിന്റെ സ്വഭാവം? ചില കാര്യങ്ങളിലൊക്കെ എന്തോന്നാണ് ഡിഫറൻസ് കാണും. അപ്പൊ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? വേരിയേഷൻസ് ഇൻട്രൊഡ്യൂസ്. അപ്പൊ മക്കളെ, ആദ്യത്തെ പോയിന്റ് ഫോർ ഇൻട്രൊഡ്യൂസിങ് വേരിയേഷൻ.
മക്കളെ രണ്ടാമത്തത് ഫോർ ഇൻട്രൊഡ്യൂസിങ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ജനിതകമായ സ്വഭാവങ്ങൾ എന്തോ ചെയ്യാനായിട്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കുഴപ്പമില്ല, ജനിതകമായ സ്വഭാവങ്ങൾ എന്തോ ചെയ്യാനായിട്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ ആണ്. ഇപ്പൊ നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പറയാം അച്ഛൻ്റെ കണ്ണ്, അമ്മയുടെ മൂക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ജനിതകമായ ചില സ്വഭാവങ്ങൾ എന്തോ ചെയ്യാൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. അതല്ലാതെ വരുന്നതിനെ വിളിച്ച പേര് വേരിയേഷൻ, അത് തന്നെ വരികയാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫോർ ഇൻട്രൊഡ്യൂസിങ് വേരിയേഷൻ, ഫോർ ഇൻട്രൊഡ്യൂസിങ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. മക്കളെ മൂന്നാമത്തത് ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷ്യസ്. റീപ്രൊഡക്ഷൻ നടന്നാലേ ഏതൊരു സ്പീഷ്യസിന് എന്തുണ്ടാവത്തുള്ളൂ, കണ്ടിന്യൂറ്റി ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞു ഒരു ഓർഗാനിസം ഡിവൈഡ് ചെയ്ത് പുതിയ 2 ഓർഗാനിസമായി, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം 2 ഓർഗാനിസത്തിനെ റീപ്രൊഡ്യൂസ് ചെയ്തെന്നിരിക്കട്ടെ. ഈ 2 ഓർഗാനിസങ്ങൾക്കും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് ഇവരങ്ങ് മരണപ്പെട്ടെന്നിരിക്കട്ടെ. ഈ സ്പീഷ്യസിന് കണ്ടിന്യൂറ്റി ഉണ്ടാവും? ഒരിക്കലുമില്ല. ഇവര് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഇൻവെൻസ് ഉണ്ടാവും, അവർ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അടുത്ത ഇൻവെൻസ് ഉണ്ടാവും. അങ്ങനെ സ്പീഷ്യസിന് എന്തോ കിട്ടുന്നു, കണ്ടിന്യൂറ്റി കിട്ടുന്നു. അപ്പൊ റീപ്രൊഡക്ഷൻ മൂലം എന്ത് കിട്ടുന്നു, സ്പീഷ്യസുകൾക്ക് കണ്ടിന്യൂറ്റി, ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷ്യസ്. മക്കളെ നാലാമത്തത് ടു കോമ്പീറ്റ് ദ ലോസ് ഓഫ് ലൈഫ് ഡ്യൂ ടു ഡെത്ത്. ടു കോമ്പീറ്റ് ദി ലോസ് ഓഫ് ലൈഫ് ഡ്യൂ ടു ഡെത്ത്. ഡെത്ത് മൂലം ഉണ്ടാവുന്ന ലൈഫിന്റെ ലോസ് എന്തോ ചെയ്യാനായിട്ട്, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ മക്കളെ ഇത് നോക്കിയേ, ഒരു 10 പൂച്ച ഉണ്ടെന്നിരിക്കും. ഓക്കെ ഈ 10 അങ്ങ് മരണപ്പെട്ടു, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല, മരണപ്പെട്ടു. ഓക്കെ ആണല്ലോ. ഇതിന്റെ ലൈഫിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചോ? പക്ഷെ ഈ 10 ആളും 10 ക്യാറ്റിനെ എന്തോ ചെയ്തെന്നിരിക്കട്ടെ, റീപ്രൊഡ്യൂസ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പൊ ഈ 10 പേര് മരിച്ചു കഴിഞ്ഞാലും ആ ലൈഫിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്തോ വന്നു, 10 പുതിയ ആളുകൾ. അപ്പൊ റീപ്രൊഡക്ഷൻ വഴി we can compensate the loss of life due to death. ഡെത്ത് മൂലം ഉണ്ടാവുന്ന ലൈഫിന്റെ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സഹായിക്കുന്നു, റീപ്രൊഡക്ഷൻ സഹായിക്കുന്നു. അപ്പൊ റീപ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഓർഗാനിസം. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നമുക്ക് 4 പോയിന്റ് എഴുതാം. ഫോർ ഇൻട്രൊഡ്യൂസിങ് വേരിയേഷൻ, ഒന്നാമത്തത് ഫോർ ഇൻട്രൊഡ്യൂസിങ് വേരിയേഷൻ. 2 ഫോർ ഇൻട്രൊഡ്യൂസിങ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. മക്കളെ മൂന്നാമത്തത് ഫോർ ദി കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷ്യസ്. ഏതൊരു സ്പീഷ്യസിന്റെ എന്തിനു വേണ്ടി, കണ്ടിന്യൂറ്റി. അടുത്തത് ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് ലൈഫ് ഡ്യൂ ടു ഡെത്ത്. ഡെത്ത് മൂലമുണ്ടാവുന്ന ലൈഫിന്റെ ലോസ് എന്തു ചെയ്യാനായിട്ട്, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ +1 +2 ക്ലാസ്സുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.